ഒന്നാമത്തെ കാര്യം ഇതിന് മുൻകാല ചരിത്രമുണ്ടോ എന്ന് നോക്കേണ്ടതുണ്ട്. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു കുട്ടിക്ക് വിഷാദത്തിൻ്റെ, ഡിപ്രഷൻ്റെ ഹിസ്റ്ററിയോ സൈക്കോസിസിൻ്റെ ഹിസ്റ്ററിയോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പോസ്റ്റ്മോർട്ടം എക്സാസെർബേഷൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതായത് ഗർഭാനന്തരം ഇതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യത ഏറെയാണ്. അത് തന്നെയല്ല, ചില ആൾക്കാർക്ക് ഈ ഗർഭാവസ്ഥയിൽ തന്നെ ഒരു പക്ഷേ മരുന്ന് കഴിക്കുന്നവരുണ്ടാകാം. അങ്ങനെയാകുമ്പോൾ ഡോക്ടറുടെ ഉപദേശം തേടിയിട്ട് സേഫായിട്ടുള്ള മരുന്ന് കണ്ടിന്യൂ ചെയ്യുകയോ ആവശ്യമാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യേണ്ടതും അനിവാര്യമാണ്. ഗർഭിണിയായി എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരുപക്ഷെ നേരത്തെ ഡിപ്രഷനുള്ളവർക്ക് മരുന്ന് നിർത്താനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായിരിക്കത്തില്ല. അത് ആ ഡോക്ടറുമായിട്ട് ആലോചിച്ച് തീരുമാനിക്കേണ്ടതാണ്. അത് തന്നെയല്ല, സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത് ആർക്കാണെന്നുണ്ടെങ്കിൽ ഗർഭാവസ്ഥയിൽ ഒരു ഇമോഷണൽ സപ്പോർട്ട്, വൈകാരിക പിന്തുണ കുടുംബാംഗങ്ങൾ കൊടുക്കേണ്ടത് വളരെയധികം ആവശ്യമാണ്. അനാവശ്യമായിട്ടുള്ള സ്ട്രെസ്സോ അല്ലെങ്കിൽ ടെൻഷനോ ഒന്നും കൊടുക്കാതെ അവർക്ക് ഒരു സേഫായിട്ടുള്ളൊരു പ്രഗ്നൻസിയും സേഫായിട്ടുള്ളൊരു ഡെലിവറിയും ഉറപ്പാക്കേണ്ടത് കുടുംബാംഗങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ട ഒരു മാറ്റമാണ്. അത് തന്നെയല്ല, എന്തെങ്കിലും ഒരു മൂഡ് വ്യതിയാനം ഉണ്ടോ എന്ന് നമ്മൾ ഒബ്സർവ് ചെയ്യണം. ഞാൻ മുന്നേ കണക്ക് സൂചിപ്പിച്ചതുപോലെ ഏകദേശം 75 മുതൽ 80% ആൾക്കാർക്ക് ഈ പോസ്റ്റ്മോർട്ടം ബ്ലൂസ് വരാം. അത് തന്നെ മാറുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. മാറിയില്ലെന്നുണ്ടെങ്കിൽ അത് ഡോക്ടറുടെ ഒപ്പീനിയൻ എടുക്കേണ്ടത് ആവശ്യമാണ്. അത് വേഴ്സൺ ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഈ 9 മാസവും അതിനുശേഷവുമുള്ള 3 to 6 months വളരെയധികം നിർണായകമാണ്. അപ്പോൾ കുടുംബാംഗങ്ങളുടെ ഉത്തരവാദിത്തമാണ് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് നോക്കാൻ. ഉറക്കക്കുറവായിട്ടൊക്കെ വരാം, വിശപ്പില്ലായ്മയായിട്ട് വരാം, താല്പര്യമില്ലായ്മയായിട്ട് വരാം, ഭയമായിട്ട് വരാം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒക്കെ പ്രശ്നങ്ങളുണ്ടോ, ബയോളജിക്കൽ ഫംഗ്ഷൻസിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, മൂഡിന് എന്തെങ്കിലും വ്യതിയാനങ്ങളുണ്ടോ, ഇതൊക്കെയും നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടതാണെന്ന്. വെറുതെ ഇരുന്ന് കരയുക അല്ലെങ്കിൽ സങ്കടപ്പെടുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ, അനാവശ്യമായിട്ടുള്ള ഉത്കണ്ഠയുണ്ടോ, ഇതൊക്കെയും നോക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ ഒപ്പീനിയൻ തേടേണ്ടതും ആവശ്യമാണ്.